ഹലോ! ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മിനി ഊട്ടിയിലെ റോക്ക് ഗാർഡനിലേക്കാണ്. ഇത് ഓപ്പണായിട്ട് കുറച്ച് കാലങ്ങളായി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. മിനി ഊട്ടിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലേക്ക് മിനി ഊട്ടിയിൽ പാർക്കും മറ്റുമൊക്കെ വരുന്നതിന് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ മിനി ഊട്ടിയിൽ പോകാറുണ്ട്. കാരണം ഹസ്ബൻഡിൻ്റെ മാമന്മാരുടെ വീടൊക്കെ അവിടെ അടുത്താണ്. അപ്പോൾ മിനി ഊട്ടിയിൽ ഈ റോക്ക് ഗാർഡൻ തുടങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എത്രയോ തവണ പോയിട്ടുണ്ടെങ്കിലും അതിനുള്ളിലേക്ക് കടന്നിട്ടില്ല. ഒന്നാമത് അവിടുത്തെ എൻട്രി കുറച്ച് അധികമാണ്. എൻട്രി ഫീ 100 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ പോയ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയത് എത്രയോ നന്നായി. കാരണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഗുണ കേവ് എന്നാണ് അവരതിന് ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗുണ കേവിനെ റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഗുഹ പോലെയൊക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. കടന്ന ഉടനെ എങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്നത്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ബോർഡും കുറച്ച് ഗുഹയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, നോർമൽ സെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഗുഹ അത്രയല്ലേ നമ്മൾ കരുതുള്ളൂ. പക്ഷേ കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ പേടിയായിട്ട് വയ്യ. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു അവസാനമില്ല. അത് അത്യാവശ്യം നല്ലൊരു ഗുഹ തന്നെയാണ്. പൊതുവേ എനിക്ക് പിന്നെ കട്ടിലിൻ്റെ സൈഡിൽ ചേർന്ന് കിടക്കാൻ പേടി, കട്ടിലിൻ്റെ അടിയിലേക്ക് പോകുമോ എന്നുള്ള പേടി, വാഹനങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ തിക്കി ഞരങ്ങി പോകാൻ പേടി, അങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കാൻ പേടിയുള്ള ഒരാളാണ്. ഇരുട്ട് പ്രത്യേകിച്ച് പേടിയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴേക്ക് പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. മക്കൾക്കാർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര പേടി. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഓരോ വെള്ളിമൂങ്ങ, പിന്നെ കരടി, കടന്നൽക്കൂട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഇരുട്ടും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ആംബിയൻസും എനിക്ക് ഭയങ്കര പേടിയായി. കയറി കുടുങ്ങി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ടെൻഡൻസി. പക്ഷെ അത് തീരുന്നുമില്ല. പിന്നെ പെട്ടെന്ന് വേറൊരു പേടി എവിടുന്നോ കയറിക്കൂടി. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പോകുമ്പോൾ പേടിയുണ്ടോ വേറെ കാര്യം. ഇനി ഇതിൻ്റെ ഉള്ളിലെങ്ങാനും ശരിക്കുള്ള പാമ്പെങ്ങാനും ഉണ്ടാവുമോ, നമുക്ക് കാണുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു ഗുഹ പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കാണും എന്നൊക്കെ ഓർത്തിട്ട് ആ പേടി വേറെ. കാല് നിലത്ത് കുത്തി നടക്കാൻ വയ്യ. ചാടി എങ്ങനെയൊക്കെയോ ആണ് മക്കളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊന്ന് പുറത്തിറങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചവിളി ഉണ്ടാക്കിയിട്ട് ജനമാണെങ്കിൽ എന്നെ ചീത്ത പറയുന്നു, മിണ്ടാണ്ടിരിക്കും, പുറത്തുള്ള ആൾക്കാർ കേൾക്കൂലേ, മോശത്തരല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെന്നെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ ആ വഴിക്ക് ഓടാന്ന്. ശരിക്കും ഒരു ഗുണാകേവിനുള്ളിൽപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ടൊന്നും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ. അപ്പം 100 രൂപ കൊടുത്ത് പോയാലും ഒരു നഷ്ടമില്ല. കാരണം കുട്ടികൾക്ക് അവർ വേറെ എൻട്രി വാങ്ങുന്നില്ല. ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട് 200 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നഷ്ടമൊന്നും ഇല്ല. കാരണം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാർക്കുകൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അതിലൊന്നും എക്സ്ട്രാ പൈസ വാങ്ങുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര ലോങ് ഉണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് കിട്ടിയാൽ നന്നായി എന്ന് വിചാരിച്ചിട്ട് വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടൊന്നും, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വെളിച്ചങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്ന പോലെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ച് വെളിച്ചമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഓവറോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ട് തന്നെയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് മക്കളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതൊന്ന് എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ പുറത്തെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണതെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു ഗുഹേൻ്റെ ഉള്ളിലൊക്കെ അകപ്പെട്ട അവസ്ഥ എന്ന് പറയില്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് പോയി കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നോർമൽ ഒരു കുഞ്ഞു പ്ലേ ഏരിയ, ഫുള്ള് മെയിനായിട്ട് ഫോട്ടോ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നേരെ എൻ്റർ ചെയ്യുന്നത് പാർക്കിലേക്കാണ്. ഇവിടുത്തെ ഈ കുഞ്ഞു സ്ഥലം കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുന്ന പാർക്കിലേക്കാണ്. പാർക്കിൽ പിന്നെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു വാട്ടർ ബലൂണും അതേപോലെ കുഞ്ഞൊരു ട്രെയിൻ പോലെ ഒരു സംഭവമുണ്ട്, അത് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ബാക്കി കുട്ടികൾക്ക് കളിക്കുക, എല്ലാത്തിലും ഫ്രീ ആണ് കളിക്കുക. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് കളിക്കാൻ. അങ്ങനെ അവിടെ കുറേ നേരം അവിടെ മക്കളവിടെ തുറന്ന് വിട്ട് അവിടെ ഇരുന്ന് ആളുകൾ ഫാമിലിയായിട്ട് കുറേ ആളുകളുണ്ടായിന്. കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കുട്ടികളുടെ കളിയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ 100 രൂപ കുട്ടികൾക്ക് വേണ്ടല്ലോ. കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്, നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് മാത്രം മതി. പിന്നെ ഈ ഗുണാക്കേവ് ഞാൻ പറഞ്ഞല്ലോ, അത് കണ്ടാൽ തന്നെ ഏകദേശം പൈസ മുതലായി. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് എത്ര നേരം സമയപരിധി ഇല്ലല്ലോ, എത്ര നേരം വേണമെങ്കിലും നമുക്ക് പാർക്കിലിരിക്കാം. ഞങ്ങൾ വൈകിട്ട് പോയതുകൊണ്ട് തന്നെ വെയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് എവിടെയും
പാർക്കിൽ കളിക്കുക. അത് കഴിഞ്ഞ് നേരെ അവിടെ തന്നെ പാർക്കിൽ തന്നെ ചാടിക്കളിക്കുന്ന ഒരു സംഭവമില്ലേ, അതുണ്ടായിരുന്നേ. അപ്പോൾ അതിനും പൈസ വാങ്ങുന്നില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ട്രെയിൻ കാണുന്നില്ലേ, ഇതിന് എത്ര 30 രൂപ എന്തോ, 2 റൗണ്ടിനോ 3 റൗണ്ടിനോ എന്തോ 30 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കളിക്കാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ കുട്ടികളുണ്ടെങ്കിൽ പേടിയാണ്, അവർ ചാടുമ്പോൾ തെറിച്ച് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അവൾക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവളവിടെ എല്ലാം ഒതുങ്ങിയിരിക്കുക ചെയ്യുക. ആളില്ലെങ്കിലാണ് ചാടി കളിക്കുള്ളൂ, പേടിയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ 2 തവണ എങ്ങാനും പറഞ്ഞിട്ടുണ്ട്, അതാണ് വീണ്ടും പറയാണ്. 100 രൂപ കൊടുത്ത് കയറുന്നത് ഒരു നഷ്ടവും ഇല്ല കേട്ടോ. കാരണം അതിൽ തന്നെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറേ ഇതുപോലെ പുരാതനമായ സാധനങ്ങളാണല്ലോ മ്യൂസിയത്തിലുണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ പഴയ നാണയങ്ങൾ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ, പിന്നെ ഗാന്ധിജിയുടെ കുറേ റിസംബിൾ ചെയ്യുന്ന ഗാന്ധിജിയുടെ കാലത്തുണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ, പിന്നെ കുറേ ഫോൺസ്, ഗ്രാമഫോൺ, കുറേ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. കുറേ സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ, പിന്നെ പഴയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു തേങ്ങ ഉണ്ട്, അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു, ഏറ്റവും കുഞ്ഞി തേങ്ങ. പിന്നെ പഴയ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന, പൂർവികരായിട്ട് ഉപയോഗിച്ചിരുന്ന കുറേ ആയുധങ്ങൾ, അതേപോലെ ഇപ്പോൾ ഇല്ലാത്ത പണ്ടത്തെ മണ്ണെണ്ണ വിളക്കുകൾ, ടൈം പീസുകൾ, പിന്നെ ത്രാസുകൾ, പലതരത്തിലുള്ള അളവ് ത്രാസുകൾ, പണ്ട് വീടുകളിലുണ്ടായിരുന്നെന്ന് പറയുന്ന എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് ഇതൊക്കെ കാണുന്നത് ഒരു അനുഭവം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ കണ്ട സാധനങ്ങളുണ്ടാവും, നമ്മൾ കുട്ടികൾക്ക് തീരെ അറിയാത്ത മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കേ അറിയാത്ത സാധനങ്ങളുണ്ട് പുരാതനമായിട്ടുള്ള, അതിന് ശേഷം വന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഫോണൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ മക്കളൊന്നും ഡയൽ ചെയ്യുന്ന ഫോൺ അധികം കണ്ടിട്ടില്ലല്ലോ, അധികം യൂസ് ചെയ്തിട്ടില്ലല്ലോ. അവരൊക്കെ വന്നപ്പോഴേക്കും അധികം മൊബൈൽ ഫോണൊക്കെ അല്ലേ അധികം എല്ലാ വീട്ടിലുള്ള. പിന്നെ ഓഫീസുകളിൽ, അതേപോലെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ മാത്രമല്ലേ അവർ കാണുന്നുള്ളൂ ലാൻഡ് ഫോണ്. അപ്പം അതിൻ്റെ ലാൻഡ് ഫോൺ കാണുന്നത് തന്നെ, ലാൻഡ് ഫോണിൻ്റെ തന്നെ വെറൈറ്റി പല മോഡൽ ഫോണുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ പഴയ പാത്രങ്ങൾ, പല മോഡൽ പാത്രങ്ങൾ, പിന്നെ കീകൾ, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ സ്വിച്ചുകൾ കണ്ടോ, പണ്ടത്തെ മോഡൽ സ്വിച്ചുകൾ. അത് നമ്മളെ കുട്ടിക്കാലത്തെ ആ മോഡൽ സ്വിച്ച് ഇല്ല, അതിൻ്റെ മുന്നേ ഉള്ള കാലത്തെ സ്വിച്ചാണ്. ഇങ്ങനെ താഴെയും പൊന്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു മോഡൽ സ്വിച്ച് ഇല്ലേ, ആ സാധനങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന കുറച്ച് ആ ഒരു എന്താ പറയുക, കുറച്ച് ഏരിയ ഉണ്ട്, കുറേ സംഭവങ്ങളായിട്ട് കാണാനുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. കുഞ്ഞു ഖുറാൻ, അതേപോലെ കുഞ്ഞു തേങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ തേങ്ങ ഞാൻ കാണിക്കാം കേട്ടോ, അവിടെ എവിടെയോ ഉണ്ട് ആ തേങ്ങ. പിന്നെ ഈ ചാട്ടവാറ്, ഇത് സംഭവം സത്യത്തിൽ ഞാനും ആദ്യമായിട്ട് കാണാം. ചാട്ടവാറടി എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ സീരിയൽസിലൊക്കെ സീൻസ് കാണാമെന്നല്ലാണ്ട് ചാട്ടവാറ് ഞാനും സത്യത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ നിന്നാണ് ചാട്ടവാറ് കാണുന്നത്. പിന്നെ ഇതിലുള്ള കുറേ റേഡിയോസ്, നമ്മൾ തന്നെ കണ്ടതും കാണാത്തതും ആയ കുറേ റേഡിയോസ് ഉണ്ട്. പിന്നെ അതേപോലെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ സ്ലേറ്റുകൾ, പൊട്ടുന്ന സ്ലേറ്റ്, അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, പൊട്ടുന്ന സ്ലേറ്റ്. അതേപോലെ സ്കൂളിൽ കൊണ്ടുവരുന്ന പെട്ടി, ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫോണുകൾ, പല മോഡൽ ഫോണുകളും. കോയിൻ ബോക്സ്, നമുക്ക് ഭയങ്കര പലർക്കും നൊസ്റ്റാൾജി ഫീൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കോയിൻ ബോക്സ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്രയോ യൂസ് ചെയ്തൊരു സാധനമാണ് കോയിൻ ബോക്സ്. അതേപോലെ പല തരത്തിലുള്ള ഫോണുകൾ, ഇതൊക്കെ കുറേ നേരം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അയവിറക്കിയിരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതേപോലെ ക്യാമറകൾ, കുറേ ക്യാമറകൾ ഉണ്ടായിരുന്നേ അവിടെ, പല മോഡൽ ക്യാമറകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമറയൊന്നും ഇപ്പോൾ ഉണ്ട് എന്നല്ല, സ്വതവേ നമ്മൾ സാധാരണക്കാരും ഉപയോഗിക്കും. ഇതാണ് ആ തേങ്ങ കേട്ടോ, കുഞ്ഞി തേങ്ങ കണ്ടോ പൊളിച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഇതാ ഗാന്ധിജീൻ്റെ കുറച്ച് തിങ്സ്, ഗാന്ധിജീൻ്റെ ഒറിജിനൽ തിങ്സ് അല്ല, ഗാന്ധിജി ഉണ്ടായിരുന്ന കാലത്തുള്ള കുറച്ച് സംഭവങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്, അതൊക്കെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, കുറച്ചൊരു സന്തോഷം തോന്നി. കാരണം ഇത്രയും കാലം നമ്മൾ ഈ റോക്ക് ഗാർഡൻ്റെ മുന്നിലൂടെ പോയിട്ട്, അല്ലെങ്കിൽ ഗുണ കേവിൻ്റെ മുന്നിലൂടെ പോയിട്ട് അതിനകത്തൊന്നും ഉണ്ടാവില്ല, വെറുതെ ഗുണ കേവിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചതാവെന്ന് പറഞ്ഞ് കയറാതെ ഇരുന്നതാണ്. അപ്പോൾ ഇത്തവണ അത് കയറാൻ തോന്നിയത് നന്നായി. ഒക്കെ സംഭവങ്ങളൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് കാണാനായി. കാരണം
പിന്നെ നമ്മളവിടെ ഒന്നും വിചാരിച്ചിട്ട് ഇതുവരെ കയറാതിരുന്നത്. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും അവിടെ തന്നെ പുറത്ത് വേറൊരു കുഞ്ഞ് പ്ലേ ഏരിയയും കൂടെ ഉണ്ട്. അവിടെ കളിക്കുന്ന സാധനങ്ങളൊന്നും കുട്ടികൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ആഡായിട്ടുണ്ട്. അതായത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒരു കാളവണ്ടിയൊക്കെ ഉണ്ട്, കണ്ടോ? നല്ലൊരു കാളവണ്ടി മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും ഒരു മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മുമ്പ് അതായിരിക്കും മ്യൂസിയത്തിന് വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ ഉള്ളിൽ നല്ല ഡെക്കറേഷൻ ചെയ്ത എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഓപ്പൺ അല്ല. അതും കൂടെ ഓപ്പൺ ആവുകയാണെങ്കിൽ പൊളിച്ചു, അതേ പറയാനുള്ളൂ. വേറെ ഇത്ര ആയപ്പോൾ തന്നെ ഇത് നല്ലതാണ്. ഇനിയിപ്പോൾ അതും കൂടെ അതിൻ്റെ ഉള്ളിൽ മരം കൊണ്ടൊക്കെ എന്തൊക്കെയോ ഡിസൈൻ ചെയ്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഇതിൽ തന്നെ മുമ്പ് ഈ പാർക്കിൻ്റെ എൻട്രൻസ്, ആ ഗുണ കേവ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ പാർക്കിൻ്റെ എൻട്രൻസ് ഈ ഒരു വഴിയിലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെയാണ് ആ ഗുണ കേവ് അവിടെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ എൻട്രൻസ് ആയിട്ട് ഈ പാർക്കിനോട് യോജിച്ചതൊക്കെ. പിന്നെ ഇത് ഈ മരത്തിലൊരു മുന്തിരിക്കൊല പോലൊരു സാധനം കണ്ടോ? ഇതവർ ആ റബ്ബറിൻ്റെ മുന്തിരിക്കൊല തൂക്കിയിട്ടതാണ്. പക്ഷെ വരുന്നവരും പോകുന്നവരും മുഴുവനും ഇതെന്തത് മുന്തിരി കായ്ച്ച് നിൽക്കുന്നത്, മുന്തിരി സാധാരണ വള്ളിയിലല്ലേ, ഈ മരത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നത് കണ്ടു. അപ്പം ഞാനും നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഹാങ് ചെയ്ത് വെച്ചതാണെന്ന്. അങ്ങനെ ആ പാർക്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ ചിലവഴിച്ചിട്ട് ഏകദേശം ഒരു ഇരുടാവുമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. എന്തായാലും വന്നത് എത്രയോ നന്നായി. പിന്നെ ഈ ഒരു വാഹനം കണ്ടോ, എന്തോ ഒരു സ്കൂട്ടർ പോലത്തെ സംഭവം, അതവിടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ 100 രൂപ എന്തോ വാങ്ങുന്നുണ്ട്. പിന്നെ ഈ ജയൻറ്റ് മറ്റേ എന്താ പറയുക, വലിയ ഊഞ്ഞാലില്ലേ, ആ സംഭവം അവിടെ ഉണ്ട്. പൈസ കൊടുത്തിട്ട് ഇതാക്കുന്ന ഏറ്റവും വലിയ എന്താ അതിന് പറയാം മറന്നു പോയിട്ടോ അതിൻ്റെ സംഭവത്തിൻ്റെ പേര്. അങ്ങനെ അവിടെ നിന്ന് കണ്ടോ, അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇരുട്ടായി തുടങ്ങി. ഇവിടെയും കുറേ ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വല്ലാണ്ട് ഫോട്ടോ എടുക്കാനൊന്നും മെനക്കെട്ടില്ല. ഇവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ആ വെള്ളം ഇങ്ങനെ പോകുന്ന ഏരിയ ഒക്കെ നല്ല രസമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അവിടെ അതിൻ്റെ ഇതിൻ്റെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെ നല്ല ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു എന്താ പറയുക സമയവും അല്ല, പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയതും അല്ല. ഞങ്ങൾ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളും എടുത്തും കൂടെ പോകുന്നു. കണ്ടപ്പോഴേക്ക് ഒരു പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളാ വെള്ളത്തിൽ കയറ്റപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ കൈയിടരുത്, അമീബിക് ബാക്ടീരിയ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഈശ്വരാ, ഞാൻ പെട്ടപ്പാട് ഈ അമീബേനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു മുതല പോലത്തെ സാധനമാണ്, അത് കടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് കൈയെടുത്തു. വേറെ എന്ത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാനാണ്. അപ്പം മുതല പോലത്തെ എന്തോ ഒരു വലിയ സാധനമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പേടിപ്പിച്ച് നിർത്തി. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ മുകളിലൊരു നമ്മൾ ഈ കോട്ടയിലൊക്കെ പോകുമ്പോണ്ടല്ലോ, കോട്ടയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പിന്നെ ആ കോട്ടേൻ്റെ പുറത്തൊക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഏരിയ, അതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ശരിക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഏതോ നമ്മൾ കോട്ടയിലൊക്കെ പോയ ഒരു ഫോട്ടോയിലൊക്കെ പോയ ഒരു ലുക്ക് ഉണ്ടാവും. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മിനി ഊട്ടീൻ്റെ ആ ഒരു ഭംഗിയും കോടയും ആ ഒരു മനോഹരമായ ആ ഒരു ചുറ്റുപാടൊക്കെ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് റോക്ക് ഗാർഡനിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ റോക്ക് ഗാർഡൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ 100 രൂപ ടിക്കറ്റാണെന്ന് കരുതിയിട്ട് ആരും കയറാതിരിക്കരുത്. കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ റോക്ക് ഗാർഡനിൽ പോയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ സംഭവം എന്തായാലും മിസ്സാവും. കാരണം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ മ്യൂസിയം ഉണ്ട്, അതേപോലെ ആ ഗുണ കേവ് കയറിയാൽ തന്നെ മുതലാവും. അതിൽ പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അധികം ആൾക്കാർ അവിടെ കണ്ടതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റിയപ്പോൾ മിനി ഊട്ടിയിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മിസ്റ്റി ലാൻഡിലെ അവസ്ഥയാണ് ഇതൊക്കെ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി പോകാൻ കഴിയാത്ത പോലെ തിരക്കായിരുന്നു. പിന്നെ മെയിനായിട്ട് അറിയാമല്ലോ മിനി ഊട്ടിയിലെ റോഡ് എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട റോഡാണ്. അതിൻ്റെ കൂടെ പിന്നെ തിരക്കും കൂടി ആയാൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ മറ്റേ KSRTCൻ്റെ വിനോദയാത്ര ബസ് കണ്ടോ, അതിൽ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടേക്ക്. അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ എത്രമാതിരി ട്രാവലറും ആളുകളുമാണെന്നറിയാം. ഓണത്തിൻ്റെ വെക്കേഷൻ അവസാനിക്കാറായതുകൊണ്ട് അവിടെ മൊത്തം ആളുകളെ പെറ്റ്സ് പാർക്കിലും അവിടെ മൊത്തം പിന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓൾറെഡി ആദ്യം പോകുന്നത് കൊണ്ട് അവിടെ ഒന്നും പോയില്ല. അങ്ങനെ മിനി ഊട്ടി മൊത്തം റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ വീണ്ടും പറയുകയാണെങ്കിൽ മിനി ഊട്ടിയിലെ ഗുണ കേവ് അല്ലെങ്കിൽ റോക്ക് ഗാർഡൻ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.